ഒരു 19 വയസ്സായിട്ടുള്ള ഒരു വനിത ബാത്റൂമിൽ നിന്നിട്ട് പ്രസവിക്കുന്നു, പൊതിഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് എറിഞ്ഞു നമ്മുടെ കൊച്ചി പനമ്പള്ളിയിൽ. ഈ നാടിത് എങ്ങോട്ടാ പോകുന്നത് എന്റെ ഭഗവാനെ? താങ്കൾ എന്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് വളരെയധികം ഡൗട്ട്ഫുൾ. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ബാത്റൂമിൽ കൂടെ ആ ചോര കുഞ്ഞിനെ എടുത്ത് എറിയ എന്ന് പറഞ്ഞാല് അവിടെ ഒരു ക്രൂവൽ മൈൻഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവന് ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. എന്തുകൊണ്ട് അബോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല ഒരു IPL കഴിച്ചാൽ പോരെ? ഓവുലേഷനെ തടയുക എന്നുള്ളത് മാത്രമാണ് IPL ചെയ്യാൻ പറ്റുന്നത്. എന്തിനീ പണിക്ക് പോകണോ? അത്ര ധൈര്യം പിന്നെ എന്തിനീ പണിക്ക് പോകണോ? അത് ചേട്ടൻ കലക്കി. അങ്ങനെ പറയാം, പക്ഷെ സാഹചര്യം മനസ്സിലായി. നമ്മൾ എല്ലാവരും എമ്പതിയോട് കൂടെയാണ് കാണേണ്ടത്. ഇപ്പം നമ്മളിപ്പം ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ ഒരു വശം മാത്രമല്ല ചിന്തിക്കുന്നത്. കാര്യങ്ങൾ ചെയ്തിട്ട് എമ്പതിയോടെ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിനെ പറയുള്ളൂ, തെണ്ടി. നമ്മൾ മീഡിയ എന്താ കാണിക്കുന്നത്? 19 വയസ്സുള്ള ഒരു യുവതി കുട്ടീനെ പുറത്തേക്ക് ജനലിലൂടെ വലിച്ചെറിഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ആ യുവതിനെ പറ്റി ക്രൂരത ഇമേജ് ആണ് ഉണ്ടാവുന്നത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. അതുപോലെ തന്നെ ഒരാൾ പ്രഗ്നന്റ് ആയിട്ട് വരുമ്പോൾ ഒരു അൺമാരിഡ് ആയിട്ടുള്ള ആളാണ് അവരെ എമ്പതിയോട് കാണുക, അവരെ പറ്റി മോശം പറയാതിരിക്കുക. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇല്ല. ഇവരൊക്കെ കല്യാണത്തിന് പ്രസവിച്ച ചീത്ത പേരാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ ആ വുമണിന്റെ പെർസ്പെക്ടീവ് കൂടെ നോക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അത് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയാണ് മാറേണ്ടത്. 1.5 വയസ്സായിട്ടുള്ള ഒരു കുട്ടീനെ ലിവിംഗ് ടൂറിൽ നിൽക്കുന്ന ഒരു പാർട്ട്ണറും സ്വന്തം അമ്മയും കൂടി ചേർന്ന് കൊലപ്പെടുത്തി. അത് ക്രൂരത. അവിടെയും ഇതേ റീസൺ അവർക്കും പറയാനുണ്ടാവും. അവർക്കും ഒരു വശം ഉണ്ടാവും, എനിക്ക് കുട്ടിയെ നോക്കാൻ പറ്റില്ല, ആ കുട്ടി എത്ര ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ സ്നേഹിച്ച ആളെ കൂടെ ജീവിക്കണം എന്നുള്ള തോട്ട് അവർക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് കൊന്നതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും. പോത്തിന്റെ ചെവിയെ വേദോന്നിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം. നിന്റെ പേറ്റ് തലയിലേക്ക് എന്തെങ്കിലും ഒന്ന് അവസാനമായിട്ട് കയറുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പോത്തെ. നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു ഫെമിൻ ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് സംസാരിക്കുമ്പോൾ, ഇത് പല കുട്ടികൾക്ക് എടുക്കുന്നത് വേറെ രീതിയിലാവാം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഒരു സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു നോർമലൈസ് കുട്ടികൾക്കും ബാധിക്കോ? കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ നോക്കേണ്ടതാരാ? എത്ര വയസ്സാണ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാനുള്ള പ്രായം? 18 വയസ്സ്. 18 വയസ്സ് താഴെ വരാൻ വേണ്ടി പാടില്ല. 13 വയസ്സ് തൊട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. പക്ഷേ ഒരു സ്ഥലത്ത് ഞാൻ പറയട്ടെ, ഒരു സ്ഥലത്ത് ഏത് രാജ്യത്താണ്, ഓസ്ട്രേലിയ ഏതൊരു രാജ്യത്ത് നടപ്പിലാക്കിയല്ലോ, എന്തുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല? ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? പണ്ട് ലോവേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടി കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ക്ലീവേജും തുണിയിലാണ് നടന്ന പോലും അടി കിട്ടാത്തതും അത് ഓക്കെ എന്ന് പറയാനുള്ള റീസൺ എന്താ? നിങ്ങളെ പോലെ ആൾക്കാർ നോർമലൈസ് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്കറിയണോ? അറിയണോ? അതെ, പക്ഷെ ഞാൻ പറയട്ടെ, ഈ 13 വയസ്സുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ വരാതിരിക്കാൻ ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ.